പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കളങ്കാവൽ മമ്മൂട്ടി വില്ലനായി വിനായക നായകനാകുന്ന ചിത്രം ജിതിൻ കെ തോമസ് സംവിധാനം ചെയ്ത ചിത്രം മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. മമ്മൂട്ടിയുടെ ആദ്യത്തെ 100 കോടി, കേരളത്തിൽ നിന്ന് ആദ്യത്തെ 50 കോടി, ഇതൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദിവസമായ ശനിയാഴ്ച മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് ഈ ചിത്രം കാണിക്കുന്നത്. ആദ്യ ദിവസത്തിനെ അപേക്ഷിച്ച് ഇച്ചിരി കളക്ഷന് കുറവ് വന്നെങ്കിലും ഏതായാലും കട്ടക്കി നിൽക്കുന്ന കളക്ഷനാണ് കാണുന്നത്. കേരളത്തിൽ നിന്ന് അല്ല ഈ ചിത്രം വമ്പൻ കളക്ഷൻ നേടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കേരള കളക്ഷനിനെ അപേക്ഷിച്ച് ഇരട്ടിയോളം കളക്ഷൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ ചിത്രം നേടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകിച്ച് രാജ്യങ്ങളിൽ നിന്നാണ് ഈ ചിത്രം നേടുന്നത്. അതൊക്കെ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നത്. അങ്ങനെ ആദ്യത്തെ ദിവസം 15 കോടി 66 ലക്ഷം രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തത്. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ 13 കോടി റേറ്റ് ആയിരുന്നു പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പുതിയ റേറ്റ് വന്നു കഴിഞ്ഞപ്പം ഏകദേശം 15 കോടി 66 ലക്ഷമാണ് ലാസ്റ്റായിട്ട് നമുക്ക് കിട്ടിയ കണക്ക്. ഏകദേശം നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ഈ നൈറ്റ് ഷോകളൊക്കെ വരുമ്പോഴത്തേന് അതിൻ്റെ കൃത്യമായിട്ട് കണക്കുകൾ കിട്ടാൻ പറ്റും. അങ്ങനെ ആദ്യ ദിവസം 15 കോടി 66 ലക്ഷം നേടിയ ഈ ചിത്രം രണ്ടാമത്തെ ദിവസം 15 കോടി 43 ലക്ഷം രൂപയാണ് നേടിയത്. അങ്ങനെ ചെറിയൊരു കുറവ് കാണിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഈ ചിത്രം നേടിയിരിക്കുന്നത് 9 കോടി 94 ലക്ഷം രൂപയാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 2 കോടി 40 ലക്ഷം രൂപയോളം ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. ഓവർസീസ് കളക്ഷനായിട്ട് കാണിക്കുന്നത് $2.08 മില്യൺ കളക്ഷൻ നേടിയിരിക്കുന്നത്. ഏകദേശം 18 കോടി 75 ലക്ഷം രൂപ. കേരള കളക്ഷനും വിദേശ കളക്ഷനും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ഇരട്ടിയോളം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ടോട്ടൽ കളക്ഷൻ 31 കോടി 10 ലക്ഷം രൂപയാണ് ടോട്ടൽ കളക്ഷൻ. കർണാടകത്തിലേക്ക് കളക്ഷൻ കൃത്യമായിട്ട് വരുന്നുണ്ട്, സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള കളക്ഷൻ. അപ്പം കർണാടക കളക്ഷൻ ഇന്നലെ 65 ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. അങ്ങനെ 1 കോടി 15 ലക്ഷത്തിലേക്ക് കർണാടകത്തിലെ കളക്ഷൻ എത്തുന്നു. ആന്ധ്ര, തെലുങ്കാന 10 ലക്ഷം രൂപ ഇന്നലെ കളക്ട് ചെയ്തു, അത് 15 ലക്ഷത്തിലേക്ക് എത്തുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഇന്നലെ 45 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. തമിഴ്നാട് കളക്ഷൻ 75 ലക്ഷം രൂപയിലേക്ക് എത്തുന്നു. കേരളത്തിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് ഇന്നലെ ഉണ്ടായത്. അങ്ങനെ കേരളത്തിൽ നിന്ന് 9 കോടി 90 ലക്ഷത്തിലേക്ക് എത്തുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കൂടി 25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 35 ലക്ഷത്തിലേക്ക് അവിടെ എത്തുന്നു. അങ്ങനെ 12 കോടി 30 ലക്ഷമാണ് ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത്. അതാണ് കളക്ഷൻ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ ഗ്രോഫായിട്ട് 12 കോടി 30ഉം ഓഫീസ് കളക്ഷനായിട്ട് 18 കോടി 75 ലക്ഷം രൂപയുമാണ് കളക്ഷൻ്റെ ബേസിൽ കാണിക്കുന്നത്. പല ട്രാക്കർമാരും നൽകുന്ന കണക്കുകൾ പ്രകാരം എനിക്ക് തോന്നുന്നു ഏകദേശം 30 കോടിക്ക് മുകളിൽ 30 കോടി 31 കോടി റേഞ്ചിൽ തന്നെയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ വമ്പൻ വിജയത്തിലേക്കാണ് കളങ്കാവൽ എന്ന ചിത്രം മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് ഞായറാഴ്ചയും മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഏത് ലെവൽ വരെ എത്തുമെന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നാലും ഇന്നുകൊണ്ട് 50 കോടി കടക്കുമോ എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇന്നുകൊണ്ട് 50 കോടി കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ന് ഏകദേശം 45 കോടി റേഞ്ചിലേക്ക് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസമാണ്. പിന്നെ വളരെ നിർണായകമായിരിക്കുന്നത് നാളെയാണ്. നാളെ കളക്ഷൻ എങ്ങനെയാകും എന്നാണ് എല്ലാവരും നോക്കുന്നത്. നാളെ കൊണ്ട് ഈ ചിത്രം 50 കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പിക്കാം. പക്ഷേ നാളെ കളക്ഷനിൽ വമ്പൻ ഇടിവ് നേരിടുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. കാരണം ഒരു 100 കോടി എന്നുള്ള മമ്മൂട്ടിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നാളത്തെ കളക്ഷനും വരും ദിവസം ആഴ്ചയിലെ കളക്ഷനൊക്കെ വളരെ നിർണായകമാണ്. നാളെ പ്രത്യേകിച്ച് മലയാള സിനിമയെ സംബന്ധിച്ച് പ്രധാനമായ പല സംഭവങ്ങളുടെയും ദിവസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദിലീപിൻ്റെ കേസിൻ്റെ വിധി വരുന്നു. അതുപോലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 9-ാം തീയതിയാണ് കേരള ഇലക്ഷന്, പഞ്ചായത്ത് ഇലക്ഷൻ. അങ്ങനെയൊക്കെയുള്ള വളരെയധികം പ്രശ്നങ്ങളുണ്ട്. അതായത് നാളെ ഒരു ഇടിവ് നേരിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് എന്തുമാത്രമാകും എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ കളങ്കാവൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്തും വരെ ഓക്കെ ബൈ.